ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു കോളേജിലത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ട് ഞാൻ. ഇവിടെ വന്നപ്പോൾ വീണ്ടും തൊണ്ടയ്ക്കൊരു പ്രശ്നം. അപ്പോൾ രാവിലെ ഉപ്പുവെള്ളമൊക്കെ പിടിച്ച് ഉപ്പിട്ട കഞ്ഞിയൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായിരിക്കുകയെന്ന് വിചാരിച്ചു. ടി വിക്ക് എന്തോ പ്രശ്നം, അതായത് മര്യാദയ്ക്ക് എന്തോ ഓണാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ. എന്നിട്ട് അച്ഛനും ചേട്ടനും അതിൻ്റെ പുറകെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ജോലിക്ക് പോകാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മേനെ കോളേജ് വരെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ഇങ്ങനെ അമ്മായിയോടും മാമനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. തറവാട്ടമ്പലത്തിൽ പൂജയാണ്, അപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം കേട്ടോ. നമ്മുടെ ഇവിടെ കുറേ ചാമ്പക്കായ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നീരവ് ചാമ്പക്ക പറക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് രണ്ടെണ്ണം പറക്കിക്കൊണ്ടന്നു. ഞാനിങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ള പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് കളഞ്ഞു. ഇവൻ്റെ കയ്യിൽ വെറുതെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്. അത് കഴിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയോ പൂവൊക്കെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കൽ തന്നെയാണെന്നു കേട്ടോ പരിപാടി. ഞങ്ങളിവിടെ തട്ടിമുട്ടി നടക്കണ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അമ്മേനെ കോളേജിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുകയായിരുന്നു, ഇപ്പോൾ വരുമോ വിചാരിച്ചിട്ട്. പിന്നെ വരണ കാണാനില്ല. അപ്പം മെല്ലെ ഉള്ളിലേക്ക് കയറി. ചേട്ടൻ പല്ല് തേപ്പ് ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ചേട്ടൻ റെഡി ആയിട്ട് പോകാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. പിന്നെ അച്ഛൻ വന്നു, ഇതേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവന് 2 മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ പറയുന്നുണ്ടാണെന്ന് ഞാൻ വിചാരിച്ചു വെച്ചാൽ അച്ഛൻ മിഠായി കൊണ്ടുവരും അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവന് പിന്നെ കുറച്ച് വിചാരങ്ങളൊക്കെ കൂടുതലാണല്ലോ. അങ്ങനെ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. ലോലിപോപ്പ് മേടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അത് അപ്പം തന്നെ പൊട്ടിച്ചൂട്ടോ വരണം. പിന്നെ ഹൈറ്റ് നോക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ വളർന്നോ എങ്ങനെയാന്നൊക്കെ അറിയണ്ടേ. മര്യാദക്ക് നിൽക്കാം. ചെരിഞ്ഞിട്ടാ അച്ഛൻ നിൽക്കണ്. നീ ഇവിടുന്ന് കാല് ചുമരുമ്പോ മുട്ടിച്ചിട്ട് നിക്ക്. ഇവനെ പണ്ട് തൊട്ടേയുള്ള അളവുകളൊക്കെ ചുമരുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേട്ടൻ പോവാൻ നോക്കുകയാണേ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവരുന്ന് ചാമ്പയ്ക്ക് നല്ലോണം കഴിക്കുന്നുണ്ട് കേട്ടോ. അവൻ കഴിച്ചേർന്നില്ല. ഇവന് ഈ പുളിയുള്ളതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് അറിയില്ല, എന്നിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്താ കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ പേരക്കായി അത്ര ചാമ്പയ്ക്കല്ലാന്ന്. അപ്പോൾ ഞാൻ എന്നൊക്കെ പറയുകയാണ്. എനിക്കിങ്ങനെ പല്ല് പുളിക്കണൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ തൊണ്ടയ്ക്കൊരു സുഖമില്ല, ടേസ്റ്റ് ഒന്നും മനസ്സിലാവില്ല. ചില സമയത്ത് അങ്ങനെയാട്ടോ. പകരമൊന്നുമില്ലായിരിക്കും, പക്ഷേ എനിക്ക് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെനിക്കൊരു വിഷമം തന്നെയാണ്. അങ്ങനെ അച്ഛനും ചേട്ടനൊക്കെ പോയിട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അത് കഴിഞ്ഞ് കളർ അടിക്കുക. അതിൻ്റെ ഇടയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ റോഡിൽ കുറേ നേരം അവൻ്റെ കൂടെ സൈക്കിൾ ചവിട്ടുമ്പോൾ അങ്ങനെ നടന്നു വന്നു കേട്ടോ. കുറേ സമയം അങ്ങനെ കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കളർ ചെയ്യാൻ വേണ്ടി ഉള്ളിൽ കയറിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ കളർഫുള്ളായിട്ട് അടിക്കട്ടെ ചോദിച്ചിട്ട് കുറേ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ ബുക്കിൽ. എന്നാലും കുഴപ്പമില്ല, നേരം പോണ രീതിക്ക് അവൻ എന്താണേ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിരിക്കുന്നത്. ആ ചട്ടയുണ്ടല്ലോ, അതിൽ കുറേ ഇങ്ങനെ വെജിറ്റബിൾസ് കളർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ചെയ്യേണ്ട രണ്ടും ഒരേ തന്നെ വരുമ്പോഴേ 2 ഒരേ കളർ അടിക്കേണ്ട, അതൊരു ബോറായിട്ട് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണത്തിൽ ഒറിജിനാലിറ്റി ശരിക്കുള്ള ഒറിജിനൽ കളർ അടിക്കുക, മറ്റേൽ നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ കളർഫുള്ളാക്കി അടിച്ചോളാൻ. അതാണ് ഇപ്പോൾ അവൻ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ വിചാരിച്ചിട്ട്. പിന്നെ ഡയറി മിൽക്കൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കൂട്ടോ അച്ഛൻ നീരവ് വരുമ്പോൾ. ഡയറി മിൽക്കും മഞ്ചും. അപ്പോൾ ഇന്നലെ 2 എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ സമ്മതിച്ചില്ല, 1 കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം രണ്ടാമത്തെ രാവിലെ തന്നെ എടുത്തോണം നിൽക്കാട്ടോ. ഇവിടെ വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചോക്ലേറ്റും മിഠായിയൊക്കെ ഇങ്ങനെ കഴിക്കുക. അച്ഛൻ കൊണ്ടുവരും, അമ്മ കൊണ്ടുവരും, ചേട്ടൻ കൊണ്ടുവരും, എല്ലാവരും കൊണ്ടുവരും. അപ്പോൾ പിന്നെ കഴിക്കാണ്ട് നിവൃത്തിയില്ലല്ലോ. 2-3 ദിവസമല്ലേ ഉള്ളൂ, കഴിച്ചോട്ടെ എന്ന് ഞാനും വിചാരിക്കും. പക്ഷെ ഒരേ ദിവസം കുറേ ഒന്നും ഞാൻ ചോക്ലേറ്റ് തിന്നാൻ സമ്മതിക്കില്ല. കാരണം ഈ കുത്തിയിട്ടുള്ള ചുമയൊക്കെ വരും. അതുകൊണ്ട് ഡയറി മിൽക്കിൻ്റെ കവറിൽ എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നക്കി വെടുപ്പാക്കാമെന്ന് വെച്ച് പോയിരുന്നതാട്ടോ. ഒന്നും കിട്ടിയില്ല. എൻ്റെ പുത്രൻ എന്നെ വെടുപ്പാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുളിക്കണ്ടേന്നൊക്കെ വർത്താനം പറയായിരുന്നു. കുളിക്കാൻ നല്ല മടിയാണ്. ബാത്റൂം മാറിക്കഴിഞ്ഞാലേ പിന്നെ കുളിക്കേണ്ട കാര്യം ഭയങ്കര കഷ്ടമാണ് കേട്ടോ. എനിക്ക് അവിടുത്തെ ബാത്റൂമിൽ കുളിച്ചിട്ട് ഇവിടെ വരുമ്പോൾ കുളിക്കാനും മടിയാണ്, കുളിപ്പിച്ച് കൊടുക്കാനും മടിയായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നപ്പോൾ ഒരു കറുത്ത പൂച്ചക്കുട്ടി കൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചയായി ഗൈസ്, അച്ഛനെ കാത്തിരിക്കുക. അങ്ങനെ അച്ഛൻ വന്നു. ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി.
മീൻ വറുത്ത ചട്ടിയിലാണ് കേട്ടോ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയത്. അതിൻ്റെ അപ്പുറത്ത് കറുത്ത കുത്തുകൾ. പിന്നെ ഞങ്ങളിതാ ചോറിനാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ മീൻ ചട്ടി തുടയ്ക്കണം, അതാണ് എൻ്റെ ടാർജറ്റ്. ഇവർ ചോറ് കൊടുത്തിട്ട് വേണം അതിന് മീൻ ചട്ടിയിൽ ചോറിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മയുടെ മീൻ കറിയൊക്കെ അടിപൊളിയാട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെക്കുമ്പോൾ അമ്മ ഇത്തിരി കഴിക്കുള്ളൂ, അതാണ് പ്രശ്നം. ചാളയായിരുന്നു, ചാള മീൻസ് മത്തി. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ചട്ടിയൊക്കെ പരത്തി നാക്കി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഇപ്പം വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേർക്ക് എങ്ങനെ നേരം പോകുന്നറിയാത്തവർ ഇങ്ങനെ ഒരു സംഭവം മേടിച്ച് നോക്ക് കേട്ടോ. അടിപൊളിയാണ്. ഇലക്ട്രിക് ഡ്രിൽ സ്ക്രൂ പസിൽ സ്യൂട്ട് കേസ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ വരും. ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്, 1000 സംതിങ് ഉണ്ട് കേട്ടോ അതിന്. അടിപൊളിയാണ്, നല്ല ഒരു നേരം പോക്കാണ് കേട്ടോ പിള്ളേർക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം, പുതിയ വിശേഷങ്ങളായിട്ട്. വീഡിയോ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും. ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.